അമ്മേ, ഈ പുസ്തകം കണ്ടോ? ഞാൻ ഈ പുസ്തകം ഇത്രയും വായിച്ചു. ആഹാ, കൊള്ളാലോ. മോൻ ഈ പുസ്തകം എവിടെ നിന്ന് കിട്ടി? SR ലാലിന്റെ ഈ പുസ്തകം സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് മിസ് എടുത്തു തന്നതാ. അമ്മയുടെ കയ്യിലുമുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകം. അതേതാ? SR ലാലിന്റെ ഒരു പുസ്തകം എന്റെ കയ്യിലും ഉണ്ട്. അത് കുള്ളി മീനാട്ടം. ഈ പുസ്തകത്തിലെ ജീവനും സച്ചിനും കുഞ്ഞുണ്ണിയൊക്കെ ഇപ്പൊ എന്റെ കൂട്ടുകാരാ അമ്മേ. അപ്പൊ മോൻ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗം അമ്മയ്ക്ക് വായിച്ചു തരുമോ ഈ പുസ്തകത്തിലെ? അതിനെന്താ, വായിച്ചു തരാലോ. അധ്യായം 13. രഹസ്യഗുഹ. 2ാം നിലയിലെ തുറസിലായിരുന്നു കുഞ്ഞുണ്ണി. അവൻ ചുറ്റും നോക്കി. കുന്നുകളാണ്. താൻ ഇന്നലെ കടന്നു വന്ന മാറാം കുന്നാണ് പടിഞ്ഞാറു ഭാഗത്തുള്ളത്. കിഴക്കും പടിഞ്ഞാറും വടക്കും കുന്നുകൾ നിൽപ്പുണ്ട്. അവിടെയൊന്നും ആൾവാസത്തിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ല. ഒരു കുന്നിൽ നിറയെ പാറക്കൂട്ടങ്ങളാണ്. മാറാം കുന്നിനപ്പുറം കടലാണ്. പാറയിടുക്കുകൾ നിറഞ്ഞ കടൽ. അതിനിടയിൽ വീണാൽ ശവം പോലും പൊങ്ങി വരില്ല. അവിടെയാണ് ഇന്നലെ കടന്നു വന്ന പുഴ ചെന്നു ചേരുന്നത്. അവൻ താഴേക്ക് ചെന്നെങ്കിലും ആരെയും കാണുന്നില്ല. ഭക്ഷണം കഴിക്കുന്ന മേശയിൽ കഞ്ഞി അടച്ചു വെച്ചിരുന്നു. ഉച്ചയ്ക്കും രാത്രിയുമുള്ള ഭക്ഷണം അടുക്കളയിലുണ്ടാകും, എടുത്തു കഴിക്കുക എന്ന് മേശപ്പുറത്ത് ഒരു കുറിപ്പുണ്ടായിരുന്നു. അടുക്കളയും മുൻമുറിയും ഒഴിച്ച് ബാക്കിയെല്ലാം പൂട്ടിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലെ സംഭവങ്ങൾ നടന്നത് അകത്ത് എവിടെയോ ആണ്. അവൻ പുറത്തിറങ്ങി കൊട്ടാരത്തിനു ചുറ്റും നടന്നു. കൊട്ടാരത്തിന്റെ 4 മൂലയ്ക്കും 4 മരങ്ങൾ നിൽപ്പുണ്ട്. അവ കൊട്ടാരത്തെക്കാൾ ഉയരത്തിൽ വളർന്നു നിൽക്കുന്നു. കുഞ്ഞുണ്ണി മുകളിലത്തെ നിലയിലേക്ക് കയറി ചെന്നു. 3ാം നിലയിലെ മുറികൾ എന്തായിരിക്കും?